ഹായ് എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പം നീസ് പ്രോയിൽ ബാക്കി ട്രാവൽ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. നീസ് പ്രോ ബെഡ് റേസ് ഇവന്റ് നടക്കുന്ന ദിവസമാണ് ഞങ്ങൾ നീസ് പ്രോ കാണാൻ പോയത്. അപ്പോൾ ഈ കാണുന്നത് ബെഡ് റേസ് ഇവന്റിലെ ബെഡ്സ് എല്ലാം കൂടെ ഗ്യാദർ ചെയ്തേക്കുന്ന ഒരു വ്യൂ ആണ്. കാസ്റ്റൽ ഗ്രൗണ്ടിലെ ഗ്യാദറിങ്ങിന് ശേഷം നെക്സ്റ്റ് ഇവന്റ് പരേഡാണ്. പരേഡിലെ സ്റ്റാർട്ടിങ് മേയറും ഫാമിലിയും ഈ ഇവന്റ് കാണാൻ വന്നിരിക്കുന്നവരെ വിഷ് ചെയ്തു പോവും. അതിനുശേഷമാണ് പരേഡ്സിൽ പങ്കെടുക്കുന്ന ബാക്കി ഇവന്റ്സ് വരുന്നത്. 2024 ബെഡ് റൈസ് ഇവൻറ്റിലെ തീം എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇൻവെൻഷൻസ് ആൻഡ് ടെക്നോളജി ത്രൂ ഏജസ് ആണ്. സോ അത് റിലേറ്റഡ് ആയിട്ടാണ് പരേഡിലെ ഫ്ലോട്ട്സും ബാൻഡ്സും ഒക്കെ ഉള്ളത്. ഈ പരേഡിൻ്റെ അകത്ത് ഡെക്കറേറ്റഡ് ബെഡ്സ് ഉണ്ട്, ബാൻഡ്സ്, ഫ്ലോട്ട്സ്, ഡാൻസിങ് ആൻഡ് മാർച്ചിങ് ഗ്രൂപ്പ്സ് നമുക്ക് കാണാൻ പറ്റും. ഫുൾ ആയിട്ടുള്ള പരേഡാണ് കാണുന്നത്. ഫസ്റ്റ് ഈ വരുന്നത് അവിടുത്തെ ഒരു സ്കൂൾ ലൈക്ക് ഡാൻസിങ് സ്കൂളിലെ കുട്ടികളുടെ ഒരു ഡാൻസാണ്. ഇതേ കണക്ക് ഒരുപാട് ഡാൻസിങ് സ്കൂളിലെ ഡാൻസസ് ഉണ്ട്. അതിനൊക്കെ തന്നെ ബാൻഡ് ഉണ്ട്, ലൈവ് മ്യൂസിക് ഉണ്ട്. നമുക്ക് ഓരോ ഫ്ലോട്ട്സ് കാണുമ്പോഴും അതായത് ഹ്യൂമൻ ഓരോ ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് ആണ് മെയിൻ ഫ്ലോട്ട്സ്. ബെഡ് റേസിംഗ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ബെഡ്സ് എല്ലാം കാസ്റ്റൽ ഗ്രൗണ്ടിൽ ഗ്യാദർ ചെയ്യുമ്പം അവിടെ വെച്ച് ബെസ്റ്റ് ഡ്രസ്ഡ് ബെഡിനുള്ള പ്രൈസ് കൊടുക്കും. അതിനുശേഷമാണ് ഓപ്പണിംഗ് സെറമണിയും ഈ പരേഡും തുടങ്ങുന്നത്. ഇത് ഈ ലൈവ് മ്യൂസിക്കും ഈ ഡാൻസും എല്ലാം കൂടി ഭയങ്കര ഒരു ജോയ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അത് കണക്കിന് ഇടയ്ക്കിടയ്ക്ക് കുട്ടിയൊക്കെ ഈ ഫ്ലോട്ടിൽ പോകുന്നവരൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കും, അവരെ സന്തോഷിപ്പിച്ച് നിർത്താനും ആ ഒരു വൈബ് നിർത്താനും ഒക്കെ വേണ്ടി. കാസ്റ്റൽ ഫീൽഡിൽ നിന്ന് തുടങ്ങി ടൗൺ ഫുൾ ചുറ്റിയടിച്ച് പിന്നെ കോണിംഗ്ഹാം ഹാളിലാണ് നമ്മുടെ ഈ പരേഡ് അവസാനിക്കുന്നത്. അതിനുശേഷമാണ് ബെഡ് റേസ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് ആണിത്. ഭയങ്കര കളർഫുൾ ആണ്, ടൗൺ എല്ലാം ഡെക്കറേറ്റ് ചെയ്തേക്കും. അത് കണക്ക് തന്നെ യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്ന് പങ്കെടുക്കാനും ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരും. ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്ത് വെക്കുന്ന സ്പെഷ്യൽ ഷോപ്സും ഡ്രിങ്ക് ബാർസും ഒക്കെ ഉണ്ട്. ഈ ദിവസം ടൗണിൽ എവിടെ കൂടെ നടന്നാലും എല്ലായിടത്തും ഒരു ജോളി മൂഡാണ്. കുട്ടികളാണെങ്കിലും മുതിർന്നവരായാലും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ ബെഡ് റേസ് ഇവന്റ് നടക്കുന്നത്. നീസ് പ്രോയുടെ ഒരു ഉത്സവം തന്നെയാണിത്. ഒരു നാടിൻ്റെ ഈ ഉത്സവം കണ്ടക്ട് ചെയ്യുന്നത് ചാരിറ്റി ഫണ്ട് റേസിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാതെ ഈ ഇവന്റിൽ നിന്ന് കിട്ടുന്ന ലാഭം എല്ലാം ഒരു ഗുഡ് കോസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. സന്തോഷവും അതിനൊപ്പം ഒരു നല്ല പ്രവൃത്തിയും കൂടാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അത് നമ്മൾ തീർച്ചയായും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ശേഷമാണ് ബെഡ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ടീമും 10 seconds ഡിഫറൻസിലാണ് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എത്തുന്ന ടീം മിനിമം 15 minutes മാക്സിമം 45 minutes വരെ എത്തി ഫിനിഷ് ചെയ്യുന്ന ടീമുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഈ ബെഡിൽ ഇരിക്കുന്ന ആളെ പുഷ് ചെയ്തുകൊണ്ട് ടീം മെമ്പേഴ്സ് ഒരു ഏകദേശം ടൗൺ ഫുൾ ചുറ്റി എൻഡ് പോയിന്റ് വരണം. ഇതിൽ ഏറ്റവും വലിയൊരു ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത് ഇതിന്റെ എൻഡ് പോയിന്റിന് എത്തുന്നതിന് മുമ്പ് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തതിനു ശേഷം റിവർ ക്രോസ് ചെയ്യണം, നീന്തി കടക്കണം, കൂടെ ഈ ബെഡും പുഷ് ചെയ്യണം. അവിടെയാണ് പല ടീംസും സ്ലോ ഡൗൺ ചെയ്യുന്നതും ഇല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ പറ്റാതെ വരുന്നതും. ഇതും നീന്തി കടന്ന് ചെല്ലുന്ന ടീമാണ് ഫസ്റ്റ് വിൻ ചെയ്യുന്നത് പ്രൈസ്. ബെഡ് പുഷ് ചെയ്യുന്ന ടീമിൽ മൊത്തം 7 പേരാണുള്ളത്. അതിൽ 6 പേര് ഈ ബെഡ് പുഷ് ചെയ്യാനും ഒരു കുട്ടിയാണ് നടുക്കിയിരിക്കുന്നത്. ഇത് ലൈക്ക് ഒരു ഡ്രൈവറിന്റെ കണക്ക് നടുക്കിയിരിക്കുന്നത്. ഇത് പുഷ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതിൽ ടീംസ് വരുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ പല ബിസിനസ് ഓർഗനൈസേഷന്റെ ടീമുണ്ട്, സ്കൂളിന്റെ ടീമുണ്ട്, ക്ലബ്സിന്റെ ടീമുണ്ട്, പിന്നെ വുമൻസ് ടീം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഉണ്ട്, സീനിയേഴ്സ് ടീമുണ്ട്. അതിൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് പങ്കെടുക്കുന്ന ടീംസും ഇവിടെ ഉണ്ട്. ബെഡ് റേസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നീസ് പ്രോ ചുറ്റിക്കാണാന്ന് വിചാരിച്ചു. അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാക്സ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നീസ് പ്രോയിലെ തന്നെ നേറ്റീവ് ആയിരുന്നു. നീസ് പ്രോ ഫുൾ ചുറ്റിക്കാണിക്കാനും അവിടുത്തെ ഹിസ്റ്ററി പറയാനും ഒക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു മാക്സിന്. ബെഡ് റേസിന് ശേഷം മാക്സ് ഞങ്ങളെ ഫസ്റ്റ് കൊണ്ടുപോയത് നീസ് പ്രോ കാസ്റ്റലിലാണ്. ബെഡ് റേസിന് ശേഷം എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒത്തുകൂടുന്നത് കാസ്റ്റലിന് ചുറ്റുമുള്ള ഗാർഡൻസിലാണ്.
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കാസ്റ്റിൽ പണ്ട് നടന്നൊരു ആക്രമണത്തിൽ തകർന്നു പോയി അതിന്റെ അവശിഷ്ടം മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഈ കാസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡഞ്ചൻ ഞങ്ങൾക്ക് മാക്സ് കാണിച്ചു തന്നു. പണ്ട് ആൾക്കാരെ പൂട്ടിയിടാൻ ഉപയോഗിക്കുന്ന ഒരു ഡഞ്ചൻ ആണത്. ഭയങ്കര ഇരുട്ടാണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പം കാസ്റ്റിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ അകമൊന്നും കാണാൻ കഴിഞ്ഞില്ല. കാസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ക്ലിഫിന്റെ മുകളിലാണ്. ഈ ക്ലിഫിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമായുള്ള വ്യൂ ആണ്. അപ്പം ആ വ്യൂ കാണിക്കാൻ വേണ്ടിയാണ് നെക്സ്റ്റ് മാക്സ് ഞങ്ങളെ കൊണ്ടുപോയത്. ഇതിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു. പക്ഷെ ബിൽഡപ്പിനൊക്കെ വേർത്ത് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു ഇത്. നീസ്പ്രോയുടെ ഐക്കോണിക് ആയിട്ടുള്ള ബർത്ത് ടേക്കിംഗ് വ്യൂ ആണിത്. നീസ്പ്രോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഫോട്ടോ ഈ വ്യൂവിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് നിവർ നീഡും അതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന റെയിൽ ബ്രിഡ്ജും കയാക്കിങ്ങും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ വ്യൂ പോയിന്റ് ആണ്. അവിടെ നിന്ന് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേ നിൽക്കാൻ തോന്നും. അത്രയ്ക്ക് മനോഹരമാണത്. Not this one, but we can see other examples still of where they lived in the caves. So those were forever, basically. Since we were cavemen and women, people living in there because of water supply. Yeah, this known locally as the nanny goat. Nanny goat. ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ കേവിന്റെ പേര് നാനിഗോട്ട് ആയിരുന്നു. നീസ്പ്രോയുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അവിടുത്തെ ആൻസിസ്റ്റേഴ്സ് കേവ് ബീയിങ്സ് ആയിരുന്നു. അപ്പം അന്നുള്ളവര് ആട് മേച്ച് കഴിഞ്ഞിട്ട് നൈൽ നദിയിൽ നിന്ന് വാട്ടർ എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന റെസ്റ്റിംഗ് കേവ് ആണ് ഈ നാനിഗോട്ട്. നീസ്പ്രോ അല്ല, മറ്റൊരു അട്രാക്ഷനാണ് നൈൽ നദിയിലോട്ടുള്ള കയാക്കിംഗ് എക്സ്പീരിയൻസ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞങ്ങൾ വേറൊരു തവണ ഇതിനു വേണ്ടി നീസ്പ്രോ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഒക്കെ നീസ്പ്രോ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ കയാക്കിംഗ് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ കണക്ക് മിസ് ചെയ്തിട്ട് വരേണ്ടി വരില്ല. ഞങ്ങൾ എന്തായാലും പോവും, അത് ഉറപ്പാണ്. നീസ്പ്രോയിലേക്ക് പോകണമെന്ന് കേട്ടപ്പോഴേ എൻ്റെ ഫസ്റ്റ് തോട്ട് അവിടുത്തെ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യണമെന്നായിരുന്നു. കാരണം അവിടുത്തെ ഐസ്ക്രീം അത്ര ടേസ്റ്റി ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുറത്ത് നിൽക്കുന്ന ക്യൂ കാണുമ്പോഴേ അറിയാവുന്ന ഐസ്ക്രീം പാർലറിലോട്ടുള്ള ക്യൂ ആണിത്. മാരിഗോൾഡ് എന്ന് പറഞ്ഞ അവാർഡ് വിന്നിങ് ഐസ്ക്രീം പാർലറാണ്. ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം ഉണ്ട്. ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. സൂപ്പറായിരുന്നു ഐസ്ക്രീം. Yeah, flax, hemp, and something else. As a Wayside tribe by John the Mason, traditionally in Thanksgiving for his young son, he miraculously saved from a falling rock. So in other words, the son was playing in the garden, a huge rock, massive fell but missed him. So he must make prayer. So he's make a little chapel, and once a year they have at Christmas they have a service. ഈ നദിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ചാപ്പൽ ഓഫ് റേഡി ഓഫ് ക്രേഗിന്റെ ഹിസ്റ്ററിയാണ് മാക്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരു കുട്ടി ഈ ചാപ്പലിന്റെ ഏരിയയിൽ നിന്ന് കളിക്കുമ്പോൾ ഒരു വലിയ റോക്ക് ഈ കാണുന്ന മലയിൽ നിന്ന് വന്നു വീണു. പക്ഷെ മിറാക്കുലസ്ലി ആ കുട്ടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ ഒരു പിൽഗ്രിം പ്ലേസ് ആയ ഈ ചാപ്പൽ ഉണ്ടാവുന്നത്. ഇയർലി വൺസ് ഇവിടെ ക്രിസ്മസിന് മാത്രമാണ് ഇവിടെ സർവീസ് ഉള്ളത്. ഏരിയയിൽ വേറൊരു കാര്യം ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടത് ഇതുപോലുള്ള മരങ്ങളിലെ കൊത്തുപണികളാണ്. ഈ പോകുന്ന വഴിയുടെ സൈഡിലൊക്കെ ഒരുപാട് മരങ്ങൾ നിൽപ്പുണ്ട്. അതിലെല്ലാം ഇങ്ങനെ വിവിധ തരത്തിലുള്ള കൊത്തുപണികൾ ചെയ്തിരിക്കുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക്. ഒരു ലോക്കൽ ആർട്ടിസ്റ്റ് നേരം പോക്കിന് വേണ്ടി ചെയ്തേക്കുന്ന കലാസൃഷ്ടികളാണ് ഇവയെല്ലാം. One night I come in the dark. Put this statue and I never see how long. Yeah, it's like standing over there. I thought it's a problem.
ഈ ട്രിപ്പിൽ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്റ് റോബർട്ട്സ് കേവ് ആണ്. മാക്സ് ഞങ്ങൾക്ക് രസകരമായ ഒരു കഥ പറഞ്ഞാണ്. ഈ സ്റ്റാച്ചു കൊണ്ടോ നൈറ്റ് ഒറ്റയ്ക്ക് ഒരിക്കൽ പുള്ളി ഇവിടെ വന്നപ്പം ഈ സ്റ്റാച്ചു കൊണ്ടൊരു പ്രേതം നിൽക്കുക എന്ന് പറഞ്ഞ് ഞെട്ടിപ്പോയി. അത് ആരാണെങ്കിലും കണ്ടൊന്ന് പേടിച്ചു പോയി നൈറ്റ് ഇവിടെ ഒറ്റയ്ക്ക് വന്നാൽ. അത്രയ്ക്ക് ജീവനുള്ളൊരു സെന്റ് റോബോട്ടിന്റെ സ്റ്റാച്ചു ആണത്. ഈ സെന്റ് റോബോട്ട്സ് കേവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാക്സ് ഒരു ബിസി ലൈഫിൽ നിന്നൊക്കെ മാറി നല്ലൊരു മെഡിറ്റേഷനും ഒരു ഫ്രഷ് എയർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണിത്. അത് വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്കും അത് തോന്നി. സെന്റ് റോബോട്ട്സ് കേവ് ഒരു ആശ്രമമാണ്. സെന്റ് റോബോട്ട് എന്ന് പറഞ്ഞൊരു സെയിന്റിന്റെ ആശ്രമമാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നൈൽ നദിയുടെ ഓപ്പോസിറ്റ് ഉള്ള റോക്കിൽ, ഇത് മഗ്നീഷ്യൻ ലൈംസ്റ്റോൺ റോക്കാണ്, അതിൽ കാർവ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു ആശ്രമമാണിത്. അത് തൻ്റെ ലൈഫ് ഒരു സെയിന്റ് ആയതിനു ശേഷം ഫുൾ ഈ ഒരു കേവിലും സറൗണ്ടിങ്ങിലുമാണ് സ്പെൻഡ് ചെയ്തത്. പുള്ളിയുടെ മരണശേഷം കാത്തലിക് ചർച്ച് പുള്ളി ഒരു സെയിന്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഇത് ചർച്ച് ഓഫ് ഹോളി ക്രോസിന്റെ ഒരു മെയിൻ ആരാധന സ്ഥലമായിട്ട് മാറി. മാക്സിന് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ള പ്ലേസ് ആണിത്. അതിന്റെ കഥയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ട്രാവലിന് തീർന്നത് വളരെ പ്രകൃതിപരമായിട്ടും സ്പിരിച്വൽ ആയിട്ടും ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്ന ഈ ഒരു കേവിന്റെ ഏരിയയിലാണ്. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു. നമുക്കൊരു ഫ്രണ്ട്സിന് വന്ന് ഒരു ഹാങ് ഔട്ട് ചെയ്ത് ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടാൻ പറ്റിയ, എനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും പോയിരുന്നൊരു പീസ്ഫുൾ മൈൻഡ് കിട്ടാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു സ്പോട്ടാണ് ഇതെന്ന് ഞങ്ങൾക്ക് തോന്നി. അവിടെ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്താൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു പ്ലേസ് ആണ് നൈസ്ബ്രോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചിവിടെ വരുന്നതായിരിക്കും ബാക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു, ബൈ, ഹാവ് എ ഗുഡ് ഡേ.